ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون ووفيت كل نفس ما عملت وهو أعلم بما يفعلون وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. കാഹളത്തിൽ ഊതപ്പെടുകയും ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരെല്ലാം മരണമടയുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. പിന്നീട് അതിൽ മറ്റൊരു തവണ ഊതപ്പെടും. അന്നേരം അവർ 4 പാടും നോക്കിക്കൊണ്ട് എഴുന്നേൽക്കും. ഭൂമി തൻ്റെ റബ്ബിൻ്റെ പ്രഭയാൽ പ്രകാശിക്കും. കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ മുമ്പിൽ വെക്കപ്പെടും. നബിമാരും മറ്റു സാക്ഷികളും ഹാജരാക്കപ്പെടും. ജനങ്ങൾക്കിടയിൽ നീതിപൂർവം വിധിക്കപ്പെടുകയും ചെയ്യും. അവർ അശേഷം അനീതിക്കിരയാവുകയില്ല. ഓരോ വ്യക്തിയും അവൻ്റെ കർമ്മഫലം പൂർണ്ണമായി ഓരോ വ്യക്തിക്കും അവൻ്റെ കർമ്മഫലം പൂർണ്ണമായി നൽകപ്പെടും. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നവനാണല്ലോ അള്ളാഹു. സത്യനിഷേധികളെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് തെളിക്കപ്പെടും. അങ്ങനെ അവർ അതിൻ്റെ സമീപത്തെത്തിയാൽ വാതിലുകൾ തുറക്കപ്പെടുകയും കാവൽക്കാരായ മലക്കുകൾ അവരോടിങ്ങനെ പറയുകയും ചെയ്യും, നിങ്ങൾക്ക് റബ്ബിൻ്റെ ആയത്തുകൾ ഓതിത്തരുകയും ഈ ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ നബിമാർ നിങ്ങളെ സമീപിച്ചിട്ടില്ലായിരുന്നുവോ? അവർ പറയും, അതെ, പക്ഷേ സത്യനിഷേധികളുടെ മേൽ ശിക്ഷാവചനം യാഥാർത്ഥ്യമായിരിക്കുന്നു. അള്ളാഹുവിനെക്കുറിച്ച് അബദ്ധ ജടിലമായ കാര്യങ്ങൾ വിശ്വസിക്കുകയും അവനിൽ മറ്റുള്ള വസ്തുക്കളെ പങ്കുചേർക്കുകയും അസാധാരണ മാർഗേണ സഹായിക്കാൻ അവനു സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കഴിവുകളെ പരിമിതപ്പെടുത്തുന്നതും അവനെ അറിയാത്തതുകൊണ്ടാണ്. മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആണ് മറ്റു സാക്ഷികൾ.